students, welcome to ASF Academy. I am Femi. Today we are discussing about classification of contract. Already classification of contract in the first part, that is according to validity, നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു last video യിൽ. ഈ വീഡിയോയിൽ നമ്മൾ classification of contract according to formation and according to performance ആണ് explain ചെയ്യാൻ പോകുന്നത്. അപ്പോൾ okay, നമുക്ക് direct വീഡിയോയിലേക്ക് പോകാം. ഇത് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വീഡിയോയിൽ. എങ്കിൽ കൂടി ഒന്ന് പറയാം. മെയിൻ ആയിട്ട് നമ്മൾ കോൺട്രാക്ട് ക്ലാസിഫൈ ചെയ്യുന്ന 3 കാറ്റഗറൈസ് ചെയ്തിട്ടാണ്. അക്കോർഡിംഗ് ടു വാലിഡിറ്റി, അക്കോർഡിംഗ് ടു ഫോർമേഷൻ ആൻഡ് അക്കോർഡിംഗ് ടു പെർഫോമൻസ്. അതിൽ അക്കോർഡിംഗ് ടു വാലിഡിറ്റിയിൽ 5 ടൈപ്സ് ഉണ്ട്. വാലിഡ് കോൺട്രാക്ട്, വോയിഡ് കോൺട്രാക്ട്, voidable contract, unenforceable contract, last but not least illegal or unlawful contract. ഈ 5 കോൺട്രാക്റ്റും വിത്ത് ഡീറ്റെയിൽ വിത്ത് എക്സാമ്പിൾ ഒക്കെ കൂട്ടി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലേ നിങ്ങൾ കാണുക. അപ്പോൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണേ? അക്കോർഡിംഗ് ടു ഫോർമേഷൻ ആൻഡ് അക്കോർഡിംഗ് ടു പെർഫോമൻസ്. അക്കോർഡിംഗ് ടു ഫോർമേഷൻ 3 ടൈപ്പിലാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഇംപെൽഡ് കോൺട്രാക്ട്, സെക്കൻഡ് വൺ ക്വാസി കോൺട്രാക്ട്, തേർഡ് വൺ എക്സ്പ്രസ് കോൺട്രാക്ട്. According to performance, 4 types. First one executory contract, then executory, then unilateral, and last one bilateral contract. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട്, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യും. അക്കോർഡിംഗ് ടു ഫോർമേഷൻ എന്താണ് പറയുന്നത് നോക്കാം. അക്കോർഡിംഗ് ടു വാലിഡിറ്റി, ആ കോൺട്രാക്ടിന്റെ വാലിഡിറ്റി അനുസരിച്ച് ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത്. അക്കോർഡിംഗ് ടു ഫോർമേഷൻ എങ്ങനെയാണ് ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ഒരു കാറ്റഗറിയുടെ ബേസിലാണ് ഇവിടെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു കോൺട്രാക്ട് മേ ബി ക്രിയേറ്റഡ് എങ്ങനെയൊക്കെ ആവാം? റൈറ്റിംഗ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്ത്, രണ്ട് പാർട്ടീസ് നമ്മൾ സംസാരിച്ച് ഒരു എഗ്രിമെന്റിൽ എത്തുന്നാവാം, അല്ലെങ്കിൽ ഇൻഫേർഡ് ഫ്രം ദ കണ്ടക്ട് ഓഫ് പാർട്ടീസ്, പാർട്ടീസിന്റെ കണ്ടക്റ്റിനനുസരിച്ച് അതിൽ നിന്ന് രൂപീകരിക്കുന്ന, അല്ലെങ്കിൽ ഊഹിച്ചാൽ രൂപീകരിക്കുന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സർക്കംസ്റ്റൻസസ് അല്ലെ സിറ്റുവേഷൻ കാരണം നമ്മളുടെ മേല് വരുന്ന കോൺട്രാക്ട് ആവാം. അപ്പൊ അക്കോർഡിംഗ് ടു ഫോർമേഷൻ എന്ന് പറഞ്ഞപ്പോ എന്താണ്? ഈ ഒരു കാര്യം നിങ്ങൾ എസ് ഒക്കെ ആയിട്ട് വരുമ്പോ എഴുതി കഴിഞ്ഞാൽ ഒന്നും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ കോൺട്രാക്ട് മേ ബി ക്രിയേറ്റ് ഇൻ റൈറ്റിംഗ്, അല്ലെങ്കിൽ എന്താ മെയ്ഡ് ബൈ വേർഡ് ഓഫ് മൗത്ത്, അതല്ലെങ്കിൽ ഇൻഫേർഡ് പറഞ്ഞത് ഊഹിച്ച്, ഫ്രം ദ കണ്ടക്ട് ഓഫ് പാർട്ടീസ്. അതിൽ ഇൻക്ലൂഡ് ആവുന്ന പാർട്ടീസിന്റെ ആ ഒരു ആ കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ലാസ്റ്റ് വൺ സർക്കംസ്റ്റൻസസ്. ഇങ്ങനെയൊക്കെ കാരണം കൊണ്ട് നമ്മൾ ഒരു കോൺട്രാക്ട് രൂപീകരിക്കുകയാണെങ്കിൽ ആ രൂപീകരിക്കുക അക്കോർഡിംഗ് ടു ഫോർമേഷന്റെ അണ്ടറിൽ വരുന്നത്. അപ്പൊ 1 by 1 നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് എക്സ്പ്രസ് കോൺട്രാക്ട്. ഈ കോൺട്രാക്ട് എങ്ങനെയായിരിക്കണം? അതിൽ എൻട്രി ചെയ്ത പാർട്ടീസ് ഒന്നല്ലെങ്കിൽ അവർ സംസാരിച്ച് വേർഡ് സ്പോക്കൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ റിട്ടേണിലോ ഇങ്ങനെ ഒരു കോൺട്രാക്ട് ഉണ്ട് എന്ന് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവണം. അതാണ് എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന്. ഓറലി അല്ലെങ്കിൽ ലിറ്ററലി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും അവരിങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്, അതിൽ ഇന്ന ഇന്റൻഷൻ ഉണ്ട്, അതിൽ ഇങ്ങനെ കൺസിഡറേഷൻ വെക്കേണ്ടത്, അതിന്റെ ഒബ്ജക്റ്റ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു എഗ്രിമെന്റിന്റെ ബേസിൽ ഒരു കോൺട്രാക്ട് രൂപീകരിക്കുന്നതിനാണ് എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഈ ഒരു കാര്യമാണ് 2 പോയിന്റ് ആയിട്ട് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഈസ് ദാറ്റ് വിച്ച് ഈസ് മെയ്ഡ് ഇൻ റൈറ്റിംഗ്. ഈ ഒരു വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പ്രസ് കോൺട്രാക്ട് എഴുതുമ്പോൾ ഒന്നല്ലേ റൈറ്റിംഗിന്റെ ബേസിസിലോ അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്തോ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവണം അവരുടെ ഇന്റൻഷൻ ടു ക്രിയേറ്റ് എ കോൺട്രാക്ട്. Okay, parties make oral or written declaration of their intention and the terms of transaction. അതിന്റെ ആ ഒരു കോൺട്രാക്ടിന്റെ ട്രാൻസാക്ഷന്റെ ടേംസ് ഓഫ് കണ്ടീഷൻസ് അത് നമ്മൾ ക്ലിയർലി ഓറലി അല്ലെങ്കിൽ റിട്ടേൺലി നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും എക്സ്പ്രസ് കോൺട്രാക്ട്. നോർമലി നമ്മൾ എല്ലാ ബിസിനസ് ഫീൽഡ്സിലും കാണുന്ന കോൺട്രാക്ട് എല്ലാം എക്സ്പ്രസ് കോൺട്രാക്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. സിമ്പിൾ എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്നത്. എ ബിനെ വിളിക്കുക. എ കോൾഡ് ബി ഓഫ് ഹിസ് ഇന്റൻഷൻ ടു സെൽ ഹിസ് ഹൗസ് ടു ബി ഫോർ ₹10 lakh. ഇഫ് ബി ആക്സെപ്റ്റ് ദ ഓഫർ. എ ബിനോട് പറയാണ് എന്റെ വീട് എനിക്ക് നിങ്ങൾക്ക് വിൽക്കാൻ താല്പര്യമുണ്ട് 10 ലക്ഷം രൂപയ്ക്ക്. ആ ഒരു ഓഫർ അതിനെ ബി ആക്സെപ്റ്റ് ചെയ്തു.
ആ ബി അതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി എക്സ്പ്രസ് കോൺട്രാക്ട്. അവിടെ ഓറലി പറഞ്ഞു കഴിഞ്ഞ് എനിക്ക് നിങ്ങളെ വീട് നിങ്ങൾക്ക് വിൽക്കാൻ താല്പര്യം ഉണ്ടെന്നും ഇത്ര രൂപയ്ക്കാണ് വിൽക്കാൻ താല്പര്യം എന്നും ബി അത് ഓക്കെ ഞാൻ ഇത്ര രൂപക്ക് നിങ്ങളെ വീട് എടുത്തുകൊള്ളാം എന്ന് ഓറലി അവർ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എൻ എക്സ്പ്രസ് കോൺട്രാക്ട്. ഇത് തന്നെ റിട്ടേൺ ബേസിസിൽ ഒരു എഗ്രിമെന്റ് എഴുതിയിട്ട് ഇന്ന ദിവസം ഇന്ന സമയം ഇത്ര മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇന്ന സമയത്തോ ഞാൻ എൻ്റെ വീട് നിങ്ങൾക്ക് തന്നോളാം, പകരം ആ വ്യക്തി എനിക്ക് ഇത്ര രൂപ തന്നോളാം പറഞ്ഞിട്ട് ഒരു കോൺട്രാക്ട് എഴുതി ഉണ്ടാക്കുകയാണ്. ഇറ്റ് ഓൾസോ എൻ എക്സ്പ്രസ് കോൺട്രാക്ട്. ഓറലിയോ റിട്ടേണിലോ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം അവരുടെ ഇന്റൻഷൻ. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇംപെൽഡ് കോൺട്രാക്ട് ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺട്രാക്ട് ആണ് ഇംപെൽഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഈ ഒരു കോൺട്രാക്ട് അറൈസ് ചെയ്യുന്ന ഔട്ട് ഓഫ് ആക്ട്, അതിലുള്ള പാർട്ടീസിന്റെ ആക്ട് പ്രകാരമാണ് ഇങ്ങനെ ഒരു കോൺട്രാക്ട് വരുന്നത്. ഓക്കെ, ഇംപെൽഡ് കോൺട്രാക്ട് ഈസ് വൺ വിച്ച് അറൈസസ് ഔട്ട് ഓഫ് ഇറ്റ്സ് ആക്ട് ഓർ ദ കണ്ടക്ട് ഓഫ് ദ പാർട്ടീസ് ഓർ ഔട്ട് ഓഫ് ഡീലിംഗ് ബിറ്റ്വീൻ ദം. എങ്ങനെ അത് ഡീൽ ചെയ്യുന്നു, അല്ലാതെ ഒരിക്കലും എക്സ്പ്രസ് കോൺട്രാക്റ്റിന്റെ പോലെ അവരുടെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല, വേർഡ്സിലോ റിട്ടേണിലോ സ്പോക്കണിലോ ഒന്നും അവരൊരിക്കലും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടോളാം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നോട്ട് ബൈ ദയർ എക്സ്പ്രഷൻ വേർഡ്സ് റിട്ടേൺ സ്പോക്കൺസ്. ഓക്കെ, അപ്പൊ എന്താണ് ഇംപെൽഡ് എന്ന് പറയുന്നത്, ഇവിടുത്തെ സജസ്റ്റഡ് ആണ്. ഇംപെൽഡ് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഇൻഡയറക്ട്ലി അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതാണ് ഇംപെൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താ നമ്മൾ പറയാ, അനുമാനിക്കുക എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥം. അവിടെ സജസ്റ്റ്, നോട്ട് ഡയറക്ട്ലി എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും, ഇൻഡയറക്ട്ലി ഇൻക്ലൂഡ് ആയിരിക്കും ആ ഇന്ന കാര്യം ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കോൺട്രാക്ട് വിച്ച് കം ഇൻ ടു ബീയിങ് ഓൺ അക്കൗണ്ട് ഓഫ് ദ ആക്ട് ഓർ കണ്ടക്ട് ഓഫ് ദ പാർട്ടീസ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് മനസ്സിലാവും. നമ്മളൊരു ബസ് കയറിയിട്ട് ഞാനൊരു ബസ് കയറി ഇന്ന സ്ഥലത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ആ ബസ്സിലെ കണ്ടക്ടർക്ക് ഇത്ര രൂപ കൊടുത്തു, ഇപ്പൊ 100 രൂപ കൊടുത്തു. അപ്പൊ അത് ഇംപെൽഡ് കോൺട്രാക്റ്റ്. ഞാനോ ബസ് ഉടമയോ അല്ലെങ്കിൽ ഞാനോ ആ ഡ്രൈവറും തമ്മിൽ പറഞ്ഞിട്ടില്ല, ഞാൻ ഇന്ന സ്ഥലത്ത് ഞാൻ നിങ്ങൾ എന്നെ ഇറക്കി തന്ന ഇത്ര രൂപ ഞാൻ തരാമെന്ന് ഞാനൊരു എഗ്രിമെന്റ് വെക്കണില്ല. അവിടെ റിട്ടേൺ എഗ്രിമെന്റോ വേർഡ് ഓഫ് സ്പോക്കൺ വഴിയോ ഞങ്ങൾ ഒരു എഗ്രിമെന്റ് വെച്ചിട്ടില്ല. പക്ഷെ ബസ്സിൽ ഞാൻ കയറി കഴിഞ്ഞാൽ ഞാൻ അത്ര രൂപ കൊടുക്കുകയും വേണം, ഇന്ന സ്ഥലത്ത് അവർ ഇറക്കുകയും വേണം എന്നുള്ളത് അത് ഇംപെൽഡ് കോൺട്രാക്റ്റ്. ഫോർ എക്സാമ്പിൾ, അനദർ എക്സാമ്പിൾ നോക്കാം. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി, ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയി ഇരുന്ന് കഴിഞ്ഞിട്ട് എനിക്കൊരു ചിക്കൻ ബിരിയാണി വേണം എന്ന് ഞാൻ പറഞ്ഞു, അവരെനിക്ക് ബിരിയാണി കൊണ്ടുവന്ന് തന്നു, ഞാൻ അതിന് കാശ് കൊടുത്തു. ദാറ്റ് ഈസ് എൻ ഇംപെൽഡ് കോൺട്രാക്ട്. അവിടെ ഒരിക്കലും ആദ്യം ഒരു അതിൻ്റെ റെസ്റ്റോറൻറ്റ് ഉടമയുടെ അടുത്ത് ഓണർ അടുത്ത് ഞാനൊരു എഗ്രിമെന്റ് വെക്കണില്ല, ഞാൻ അവിടെ വന്നിരിക്കും, ഇന്ന ദിവസം വരുമെന്നും ഇന്ന സാധനം എനിക്ക് വേണമെന്നും അതിന് നിങ്ങൾക്ക് ഇത്ര രൂപ തരാമെന്നും പറഞ്ഞു മുൻകൂട്ടി ഒരു എഗ്രിമെന്റ് ഒന്നുമില്ല. അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ എല്ലാ വ്യക്തികൾക്കും ഒരു ഇംപെൽഡ് കോൺട്രാക്റ്റാണ്. ഞാൻ പറയുന്ന സാധനം എനിക്ക് തരുമെന്നും അതിൻ്റെ എല്ലാ ക്വാളിറ്റിയോട് കൂടിയിട്ട് വേണം എന്നുള്ളത് ഇംപെൽഡ് കോൺട്രാക്റ്റാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു ഫോൾട്ട് നടന്നു കഴിഞ്ഞാൽ എനിക്ക് കോർട്ടിൽ പോവാം. അപ്പോൾ കോർട്ടിൽ പോയിട്ട് ഓണർക്ക് പറയാൻ പറ്റില്ല, ഞങ്ങൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഇല്ല, ഞങ്ങൾ തമ്മിൽ യാതൊരു രീതിയിലെ കോൺട്രാക്റ്റ് ഏർപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എൻ ഇംപെൽഡ് കോൺട്രാക്ട്. മനസ്സിലായോ? നെക്സ്റ്റ് എന്ന് പറയുന്നത് കോസി കോൺട്രാക്ട്. ഫസ്റ്റ് എക്സ്പ്രസ് കോൺട്രാക്ട് ആണെങ്കിലും സെക്കൻഡ് വൺ ഇംപെൽഡ് കോൺട്രാക്ട് ആണെങ്കിലും അവിടെയൊക്കെ എന്താണ്, ഒരു കോൺട്രാക്ട് ഉണ്ട്, ഉള്ളിലുണ്ട്. ഓക്കെ, എക്സ്പ്രസ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിലും. പക്ഷെ കോസി കോൺട്രാക്ട് എന്ന് പറയാൻ ജനറലി നമ്മൾ പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രാക്ട്, ഒരു കോൺട്രാക്റ്റേ അല്ല എന്നാ പറയുന്നത്. ഇവിടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പാർട്ടീസിന്, അവർക്കൊരു ഇന്റൻഷനും ഇല്ല അവർ തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടണം എന്നൊരു ഇന്റൻഷനും ഇല്ല. പക്ഷെ സർക്കംസ്റ്റൻസസ് അല്ലെ സിറ്റുവേഷൻ കാരണം അവരൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ഈ കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന ബൈ ലോ ആണ്, നിയമം കൊണ്ടുവരുന്ന ഒരു കോൺട്രാക്റ്റ് ആണ് കോസി കോൺട്രാക്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ കോസി കോൺട്രാക്ട് എന്ന് പറയുന്നത് നോട്ട് ആൻ കോൺട്രാക്ട് അറ്റ് ഓൾ, ഇറ്റ് ക്രിയേറ്റീവ് ബൈ ലോ. കോസി കോൺട്രാക്റ്റിൽ വരുന്ന പാർട്ടീസിന് ഒരു ഇന്റൻഷനും ഇല്ല ടു ക്രിയേറ്റ് അല്ലെ ടു മേക്ക് എ കോൺട്രാക്ട് എന്നുള്ളത്. പക്ഷെ ചില സർക്കംസ്റ്റൻസസ് കാരണം അതിലുള്ള പാർട്ടീസിന് കുറച്ച് റൈറ്റ്സും ഒബ്ലിഗേഷനും ഒക്കെ അറൈസ് ചെയ്യുക, ഒരു എഗ്രിമെന്റും ഇല്ലാതെ അറൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് കോസി കോൺട്രാക്ട്. ഇത് നമ്മൾ കൺസ്ട്രക്റ്റീവ് കോൺട്രാക്ട് എന്നും പറയാറുണ്ട്. ഒന്നും കൂടി മനസ്സിലാവാൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കുക. ഇപ്പൊ എനിക്ക് ഒരു സാധനം, ഞാനിപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ എനിക്കൊരു ബാഗ് കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഈ ബാഗിന്റെ യഥാർത്ഥ ഉടമസ്ഥനെ കണ്ടുപിടിച്ച് ആ ബാഗ് ആ വ്യക്തിയുടെ കയ്യിൽ ഏൽപ്പിക്കുക. അത് എൻ്റെ ഒബ്ലിഗേഷൻ ആണ്, അതിന്റെ
ട്രൂ ഓണറെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് റിട്ടേൺ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ആയ ഞാന് ഇതിന്റെ ഒബ്ലിഗേഷൻ ആണ് അതിന്റെ ട്രൂ ഓണർക്ക് ആ ബാഗ് റിട്ടേൺ ചെയ്യുക എന്നുള്ളത്. ഇറ്റ് ഈസ് എ കോസി കോൺട്രാക്ട്. നമ്മൾ മുന്നേ കൂട്ടിയിട്ട് ആ ഓണറും ഞാനും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഇല്ല, അല്ലെങ്കിൽ ഞാനും ഓണറും തമ്മിലുള്ള ഒരു ഇംപെൽഡ് കോൺട്രാക്ട് ഇല്ല. പക്ഷെ എൻ്റെ കയ്യിൽ ആ സാധനം കിട്ടിയ ടൈം തൊട്ട് എൻ്റെ ഒബ്ലിഗേഷൻ ആണ് അതിന്റെ റൈറ്റ് ഓണർക്ക് റിട്ടേൺ ചെയ്യുക എന്നുള്ളത്. അതിനെയാണ് കോസി കോൺട്രാക്ട് എന്നത്. കോസി കോൺട്രാക്ടിന്റെ മെയിൻ പ്രിൻസിപ്പിൾ, അത് എന്തിന്റെ ബേസിലാണ് ഈ പ്രിൻസിപ്പിൾ അല്ലെ കോസി കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു വ്യക്തിയും വേറൊരാളുടെ ക്യാഷ് കൊണ്ട് എൻറിച്ച് ആവരുത്. That is the principle behind the quasi contract. Person shall not be allowed to enrich himself at the expenses of others. മറ്റുള്ളവരുടെ കാശ് കൊണ്ട് നമ്മൾ എൻറിച്ച് ആവരുത്, അല്ലെ നമ്മൾ യൂസ് ചെയ്യരുത് എന്നുള്ള ബേസിക് തിയറിയാണ് കോസി കോൺട്രാക്ടിന്റെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് കോസി കോൺട്രാക്ട്. ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രാക്ട് ഇറ്റ് ക്രിയേറ്റഡ് ബൈ ലോ, and under circumstances law itself created legal rights and obligation against the parties. അവിടെ കൃത്യമായുള്ള ഒരു റൈറ്റ്സും ഒബ്ലിഗേഷൻ ലോയാണ് കൊണ്ടുവരുന്നത്, അല്ലാതെ റിട്ടേൺ എഗ്രിമെന്റിൽ എല്ലാ പാർട്ടീസ് കൊണ്ടുവരുന്നില്ല. ഇറ്റ് ഓൾസോ നോൺ ആസ് കൺസ്ട്രക്റ്റീവ് കോൺട്രാക്ട് എന്നും പറയാറുണ്ട്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണോ? എക്സാമ്പിൾ മനസ്സിലായി വിചാരിക്കണേ. അപ്പൊ ഇത്രയായിരുന്നു അക്കോർഡിംഗ് ടു ഫോർമേഷൻ. ഈ 3 ടൈപ്പിലാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ്. നെക്സ്റ്റ് നമ്മൾ നോക്കണ അക്കോർഡിംഗ് ടു പെർഫോമൻസ്. അതിൽ 4 ടൈപ്പാണ് ഉള്ളത്. പെർഫോമൻസിന്റെ ബേസിൽ എങ്ങനെയൊക്കെ കോൺട്രാക്ട് ക്ലാസിഫൈ ചെയ്യുക, അല്ലെ എന്തൊക്കെ ടൈപ്സ് ഓഫ് കോൺട്രാക്ട് ഉണ്ട് എന്നാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്. എക്സിക്യൂട്ടീവ് കോൺട്രാക്ട് ആണ് വളരെ സിമ്പിൾ ആണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാർട്ടീസ് അവരെ ഒബ്ലിഗേഷൻസ് ഓൾറെഡി ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവും അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് ദി കോൺട്രാക്ട്. ഓൾറെഡി നത്തിങ് റിമൈൻ, ഇനി ഒന്നും അവർക്ക് ചെയ്യാൻ ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒന്നും ഇനി ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ഉണ്ടാവില്ല. അങ്ങനെയുള്ള കോൺട്രാക്റ്റിനാണ് എക്സിക്യൂട്ടീവ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, വെൻ ദ കോൺട്രാക്ട് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി പെർഫോം, അവരുടെ കോൺട്രാക്ട് അവർ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബോത്ത് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ഹാവ് ഫുൾഫിൽ ദയർ റെസ്പെക്റ്റീവ് ഒബ്ലിഗേഷൻസ്. നത്തിങ് റിമൈൻസ് ടു ഡൺ ബൈ ഐദർ സൈഡ്. രണ്ട് സൈഡിലുള്ളവർക്കും ഇനി ഒന്നും ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവില്ല. അങ്ങനെ വരുന്ന കോൺട്രാക്റ്റിനെ എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് എന്ന് പറയും. ഒരു എക്സാമ്പിൾ, A sell a bike to B for ₹25,000. B pay the price. A ബിക്ക് എന്റെ ബൈക്ക് വിറ്റു, പകരം ബി അതിന് 25,000 രൂപ കൊടുക്കുകയും ചെയ്യും. ഇനി അവിടെ ഒന്നും ചെയ്യാല്ല, എന്റെ ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്തു, ബിന്റെ ക്യാഷ് കൊടുക്കുക എന്നുള്ള ബിയുടെ ഒബ്ലിഗേഷൻ ബിയും ഫുൾഫിൽ ചെയ്തു. അങ്ങനെയുള്ള കോൺട്രാക്റ്റിനാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയും എക്സിക്യൂട്ടറി കോൺട്രാക്ട്. എക്സിക്യൂട്ടറി കോൺട്രാക്ട് എന്ന് പറയുന്നത് അവിടെ എന്താണ്, നേരത്തെ എല്ലാതും ഫുൾഫിൽ ചെയ്തു എന്നല്ലേ പറഞ്ഞത്. ഇവിടെ വരുമ്പോൾ പാർട്ടീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, എഗ്രിമെന്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാർട്ടീസ് അവരുടെ റൈറ്റ്സ് അല്ലെ അവരുടെ ഒബ്ലിഗേഷൻസ്, റൈറ്റ്സ് അല്ല അവരുടെ ഒബ്ലിഗേഷൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആയി നിർത്തുന്നതിനാണ് എക്സിക്യൂട്ടറി കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതായത് ആ കോൺട്രാക്റ്റിൽ വരുമ്പോൾ ദ ഒബ്ലിഗേഷൻ ഓൺ ബോത്ത് ദ പാർട്ടീസ് ആർ ഔട്ട്സ്റ്റാൻഡിങ് ഹോളി ഓർ ഇൻ പാർഷ്യലി. പകുതിയോ അല്ലെങ്കിൽ ഫുള്ളോ ആയിട്ടുള്ള അവരുടെ ഒബ്ലിഗേഷൻസ് ഔട്ട്സ്റ്റാൻഡ് ചെയ്ത് വെക്കുക. എപ്പോ? അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്ട് ഫോം ചെയ്യുന്ന ടൈമിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? എക്സിക്യൂട്ടറി കോൺട്രാക്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ വേർ വൺ ഓർ അല്ലെ ബോത്ത് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ഹാസ് സ്റ്റിൽ പെർഫോം ദയർ ഒബ്ലിഗേഷൻ ഫ്യൂച്ചർ ഡേറ്റിൽ ചെയ്യുക എന്ന് വിചാരിച്ച് അവരുടെ ഒബ്ലിഗേഷൻസ് ബാലൻസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ? എക്സിക്യൂട്ടറി കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, എക്സിക്യൂട്ടഡ് ആവുമ്പോൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞിട്ട് എക്സിക്യൂട്ടറി ആവുമ്പോൾ ബാലൻസ് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ ആയി നോക്കുക. A agrees to sell his house to B in next month and B agree to pay ₹10 lakh. ഓക്കെ, അതായത് എയുടെ വീട് ബിക്ക് വിൽക്കാന്ന് പറയാം. ഇപ്പോഴല്ല, അടുത്ത മാസം ഞാൻ വിൽക്കാൻ പറയാം. അപ്പൊ എന്റെ ഒബ്ലിഗേഷൻ അവിടെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്, അടുത്ത മാസം ബിക്ക് ആ വീട് കൊടുക്കുള്ളൂ. അപ്പൊ ബി എന്താ പറഞ്ഞ, അടുത്ത മാസം നെക്സ്റ്റ് മന്തില് ഞാൻ അപ്പോ നിങ്ങൾക്ക് ആ വീടിന്റെ കാശായ 10 ലക്ഷം രൂപ ചെയ്യണം. അപ്പൊ ഇവിടെ എന്ന് പറയണേ എന്റെ ഡ്യൂട്ടിയും ഔട്ട്സ്റ്റാൻഡിങ് ആണ്, അല്ലെ എന്റെ ഒബ്ലിഗേഷൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, ബിയുടെ ഒബ്ലിഗേഷനോ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അങ്ങനെ വരുന്നതാണ് എക്സിക്യൂട്ടറി കോൺട്രാക്ട്. നെക്സ്റ്റ് യൂണിലാറ്ററൽ കോൺട്രാക്ട്. യൂണിലാറ്ററൽ കോൺട്രാക്ട് ആണ് വളരെ സിമ്പിൾ ആണ്. അത് രണ്ട് പാർട്ടീസ് ഉണ്ടാവില്ലേ കോൺട്രാക്ട്, അതിൽ ഒരു പാർട്ടീസ് അവരുടെ ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ മറ്റേ പാർട്ടി അവരുടെ ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു പാർട്ടിയുടെ ഒബ്ലിഗേഷൻ മാത്രം ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും. അങ്ങനെ വരുന്നതിനാണ് യൂണിലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, വെൻ വൺ ഓഫ് ദ പാർട്ടീസ് ഹാവ്
performed his obligations. Okay, either before or at the time of contract comes into existence. ആ കോൺട്രാക്ട് എക്സിസ്റ്റ് ആവുന്ന ടൈമിലോ അതിന്റെ മുന്നേ ആയിട്ട് ഒരു പാർട്ടി അവരെ ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഓൺലി ദ ഒബ്ലിഗേഷൻ ഓഫ് വൺ പാർട്ടി റിമൈനിങ് ഔട്ട്സ്റ്റാൻഡിങ്, ഒരു പാർട്ടിയുടെ ഒബ്ലിഗേഷൻസ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവും. അങ്ങനെ വരുന്നതിനാണ് യൂണിലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഓൾസോ നോൺ ആസ് വൺ സൈഡഡ് കോൺട്രാക്ട് എന്ന് പറയും. ഒരു സൈഡ് അല്ലേ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളൂ, സോ വൺ സൈഡഡ് കോൺട്രാക്ട് എന്നും പറയാറുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിൽ നമ്മളുടെ ലഗേജ് എടുക്കാൻ ഒരു കൂലിനെ വിളിച്ച്, അപ്പൊ ആ കൂലിനെ വിളിക്കുമ്പോൾ നമ്മൾ ലഗേജ് എടുത്തു കഴിയുമ്പോൾ തന്നെ ആ കൂലിയുടെ ഒബ്ലിഗേഷൻസ് അവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ആ പേയ്മെന്റ് ചെയ്യണം. നമ്മളുടെ എവിടെയാണ്, വണ്ടിയിലാണ് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞാൽ വണ്ടിയിൽ എത്തുമ്പോഴേ നമ്മൾ എപ്പോഴാ പേയ്മെന്റ് ചെയ്യുള്ളൂ. അപ്പൊ അതുവരെ നമ്മൾ ഒബ്ലിഗേഷൻ പേ ചെയ്യണം, എത്ര രൂപ പേ ചെയ്യണം എന്നുള്ള നമ്മളെ ഒബ്ലിഗേഷനെ അവിടെ ഫുൾഫിൽ ചെയ്യാതെ ഔട്ട്സ്റ്റാൻഡിങ് ആയി നിൽക്കുകയാണ്. എന്നാൽ ആ കൂലിയുടെ ഒബ്ലിഗേഷൻസ് അവിടെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വരുന്നതിനാണ് യൂണിലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബൈലാറ്ററൽ കോൺട്രാക്ട്. ബൈലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയുന്നത് both the parties are outstanding. യൂണിലാറ്ററലിൽ നമ്മൾ പറയുന്നത് വൺ സൈഡ് ആണ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു. പക്ഷെ ബൈലാറ്ററലിൽ both the parties are outstanding. When the obligation of both the parties are outstanding at the time of formation of contract. കോൺട്രാക്ട് ഏർപ്പെടുമ്പോൾ രണ്ട് പേരുടെയും ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യാതെ അല്ലെ കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ബൈലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ എ പ്രോമിസ് ടു സെൽ ഹിസ് ഹൗസ് ടു ബി. എ പറഞ്ഞു ബിക്ക് ആഫ്റ്റർ 5 months എന്റെ വീട് ഞാൻ നിങ്ങൾക്ക് വിൽക്കാം എന്ന് പറഞ്ഞു. അതിന് ഇത്ര രൂപ ഞാൻ തരാം എന്ന് ബിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടുപേര് ചെയ്യപ്പോഴാ ആഫ്റ്റർ 5 months ആണ്. 5 മാസം കഴിഞ്ഞിട്ട് എന്റെ വീട് ഞാൻ എ ബിക്ക് വീട് കൊടുക്കുകയും 5 മാസം കഴിയുമ്പോൾ ബി ആ വീടിന് ഇത്ര രൂപ ആ ഡെലിവറി ചെയ്യുന്ന ടൈമിൽ ഇത്ര രൂപ കൊടുക്കുക എന്ന്, ഇപ്പൊ 10 ലക്ഷം രൂപയാണെങ്കിൽ 10 ലക്ഷം രൂപ കൊടുക്കാന്ന് പ്രോമിസ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഇതിനെയാണ് ബൈലാറ്ററൽ കോൺട്രാക്ട്. ഇവിടെ രണ്ട് പാർട്ടീസിന്റെയും ഒബ്ലിഗേഷൻ, വീട് കൊടുക്കുക എന്ന് പറയുന്നത്, വീടിന് ഇത്ര രൂപ കൊടുക്കുക എന്ന് പറയുന്ന ഒബ്ലിഗേഷൻ അവിടെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. മെയിൻ ആയിട്ട് നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, വിത്ത് എക്സാമ്പിൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാ കോൺട്രാക്റ്റും മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അവിടെ ക്ലിയർ ചെയ്യാം. അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ വീഡിയോ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് കൂടി പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.